കൊണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പോട് ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് ഒഴുകിപ്പോയിരിക്കുന്നു. ഇതൊക്കെയായിരുന്നല്ലോ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും. ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എങ്ങനെ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ നിന്നു. പാലക്കാട് BJP-യുടെ വോട്ട് കുറച്ച് മാറി, കോൺഗ്രസിന് ആ വോട്ട് കുറേ കിട്ടി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്വേഷണം. അങ്ങനെയല്ല, അത് അവരാണ് നടത്തേണ്ടത്. പത്രങ്ങളിലെ പരസ്യം വേണ്ട രീതിയിൽ അല്ല, ഒരു ജൈവ അതൊക്കെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്നില്ല. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? അല്ല, ഇത് മുഴുവനാക്കിയില്ല മറുപടി. രാഷ്ട്രീയ പോരാട്ടം ചേലക്കരയിലായിരുന്നു എന്നാണല്ലോ സംഘടനാ സെക്രട്ടറി അഖിലേന്ത്യാ നേതൃത്വം തന്നെ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ അത് തന്നെ പറഞ്ഞത്. മറ്റ് ഞങ്ങളുടെ സീറ്റുകളാണ്. ഇവിടെയാണ് പോരാട്ടം. ഇവിടെ ഇത്തവണ എന്തായാലും ഇടതുപക്ഷം പരാജയപ്പെടും. അവിടെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി പ്രദീപിന് വരാൻ കഴിഞ്ഞു. പ്രദീപ് 2016 മത്സരിച്ചതിനേക്കാളും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വരാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയ വോട്ട് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ജനങ്ങൾ ആ ശരിയായ രൂപത്തിൽ വിലയിരുത്തുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങളുടെ ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ വിശാലമായ അവരുണ്ടാക്കിയിട്ടുള്ള മുന്നണി കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ ദോഷം ചെയ്യാൻ ഇടയുള്ള ഒരു അവിശുദ്ധ മഴവിൽ സഖ്യമാണ്. അതാണ് SDPI, വെൽഫെയർ പാർട്ടി, RSS, കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ചേരുന്ന ഒരു പ്രത്യേക മുന്നണി മാധ്യമങ്ങളുടെ ഒരു വിഭാഗത്തിന് ഒരു പിന്തുണയോടുകൂടി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ ഞങ്ങൾ നേരിട്ടില്ലേ? ഇപ്പം ഞങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എന്തെല്ലാം കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ പല സംഭവങ്ങളും നിങ്ങളെല്ലാം തമസ്കരിക്കുകയും ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ മാത്രം നല്ലൊരു വിഭാഗം മാധ്യമങ്ങൾ കൊടുക്കുന്നു. ഈ രൂപത്തിലൊരു വിശാലമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വരുന്നു. അതൊന്നും നിങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നില്ല. അതിനെയെല്ലാം മറികടന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ ചിന്തിച്ചു. ചേലക്കരയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല രീതിയിലുള്ള വിജയം ലഭിച്ചു. അതോടൊപ്പം തന്നെ പാലക്കാട് ഞങ്ങളുടെ വോട്ട് കൂടുകയും ചെയ്തു.